പ്ലാന്റേഷൻ ലേബേഴ്സ് സ്ട്രൈക്ക് തുടരുകയാണ്. എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഐ.ഡി. റിപ്പോർട്ട്. മുൻകരുതൽ എന്ന നിലയിൽ ഒരു കോണ്ടിജൻസി അങ്ങോട്ട് അയക്കും. ഇളമ്പള്ളൂർ കാവിൽ 10 ദിവസത്തെ ഉത്സവമാണ്. സ്റ്റേഷൻ പോലീസ് അവിടെ ഡ്യൂട്ടിയിലാണ്. ഓഹോ, റിസർവിൽ നിന്നും കുറെ ആളുകൾ നമുക്ക് ആവശ്യപ്പെടാം. സർ. പിന്നെ നമ്മുടെ ഭാഗത്തു നിന്നും ബലപ്രയോഗം ഉണ്ടാകരുത്. സർ. സോറി. യെസ്, കമ്മീഷണർ ഹിയർ. യെസ് സർ. സർ, എന്ത്? കൊള്ളക്കാരുടെ ആക്രമണം ഉണ്ടാകുമെന്നോ? ഞാൻ നോക്കിക്കൊള്ളാം. കൊള്ളക്കാരെ പിടിക്കാൻ പോകുന്നു. അതിന് പോലീസുകാർ പോയാ പോരെ? എനിക്കും പോലീസിലാണ് ജോലി. നിങ്ങൾക്കെല്ലാം നിസ്സാരമാണ്. കൊള്ളക്കാരെന്തും ചെയ്യാൻ മടിക്കാത്തവരാ. കമ്മീഷണർ രാജശേഖരൻ തമ്പിയുടെ നേതൃത്വത്തിലാണ് സ്പെഷ്യൽ പോലീസ് നിയമിച്ചിരിക്കുന്നത്. മിസ്സിസ് തമ്പി പോകരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞോട്ടെ. ഇവിടെ നിങ്ങൾ ഒരു കമ്മീഷണറേ ഉള്ളൂ? അല്ല, വേറെയുമുണ്ട്. അവർക്കും എന്നെപ്പോലെ ഭാര്യയും മക്കളുമുണ്ട്. പ്രഭേ, നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ യൂണിഫോം എന്ന് ധരിച്ചോ അന്ന് മുതൽ ഞാൻ മാത്രമല്ല, എന്റെ കുടുംബാംഗങ്ങൾ വരെ എന്തും നേരിടാൻ തയ്യാറായിരിക്കും. ഒന്നും അറിയാത്ത പാവപ്പെട്ട ഗ്രാമീണരെയാണ് അവർ കൊള്ളയടിച്ചും കൊലപ്പെടുത്തിയും നശിപ്പിക്കുന്നത്. അവരെ വെറുതെ വിടണമെന്നാണോ നീ പറയുന്നത്? ഞാൻ ഈ നാടിന്റെ ഒരു എളിയ സേവകനാണ്. ഓരോ മനുഷ്യന്റെയും സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ ഞാൻ കടപ്പെട്ടവനാണ്. അതിനാപത്താണെന്ന് കണ്ടാൽ സ്വന്തം ജീവൻ കൊടുത്തും കടമ നിർവഹിക്കാനുള്ള ബാധ്യത എനിക്കില്ലേ? എന്തോ എനിക്കൊരു ഭയം തോന്നിയതുകൊണ്ട് പറഞ്ഞു പോയതാ. ആ, പിന്നെ മോഹൻ നിങ്ങളോടൊപ്പം വരുന്നുണ്ടോ? ഇല്ല, നീ ഭയപ്പെടാതിരിക്കുക. ആന്റണി ഇവിടെ. നിങ്ങൾ പോയിക്കോ, ഞാൻ നോക്കിയിട്ട് വരാം.
ചെയ്യില്ല. വേണ്ട വേണ്ട, എന്നൊന്നും ചെയ്യില്ല. പെണ്ണുങ്ങളെ ഉപദ്രവിക്കരുതെന്ന് ഞാൻ പറഞ്ഞതാ. നീ ആ നിയമം ലംഘിച്ചു. ഞങ്ങൾ ചെയ്യില്ല. വേണ്ട വേണ്ട, എന്നൊന്നും ചെയ്യില്ല. തോക്ക് താഴ്ത്തു. പോകൂ. പോകാൻ പോകാൻ. മിസ്റ്റർ രാജശേഖരൻ തമ്പിയുടെ കൃത്യനിർവഹണത്തെയും ആത്മാർത്ഥയും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ കൊള്ളക്കാരനായ ഗംഗയെ വിട്ടയച്ചത് ഗുരുതരമായ കുറ്റമാണ്. അയാൾ ഈ നാടിന്റെ ചാവുമാണ്, പോലീസിന്റെ ഏറ്റവും വലിയ തലവേദനയും. നിരായുധനായ അയാളെ കിട്ടിയപ്പോൾ അറസ്റ്റ് ചെയ്യാമായിരുന്നു. കൊള്ളക്കാർക്ക് ആയുധം കൊടുക്കുന്നതിലും റിപ്പോർട്ടുകൾ എത്തിച്ചു കൊടുക്കുന്നതിലും പോലീസിന്റെ പേരിൽ ഇപ്പോൾ തന്നെ പല ആക്ഷേപമുണ്ട്. ആ നിലയ്ക്ക് ഗംഗയെ വിട്ടയച്ചത് കൂടുതൽ ആക്ഷേപങ്ങൾ കാരണമാകും. ഇതേപ്പറ്റി തമ്പിക്ക് പറയാനുള്ള എന്താണെന്ന് കേൾക്കാം. ഗംഗ കൊള്ളക്കാരനാണ്, പക്ഷേ അയാൾക്കൊരു ഹൃദയമുണ്ട്. സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടായാൽ തിരുത്തിയെടുക്കാവുന്ന ഒരു മനുഷ്യനാണ് അയാൾ എന്നെനിക്ക് തോന്നി. മിസ്റ്റർ തമ്പിയുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ സുഖമുണ്ട്, പക്ഷെ അത് പ്രയോഗിക്കാൻ പറ്റില്ല. മാത്രമല്ല, പോലീസിന്റെ ഭാഷയും ഇതല്ല. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം, അതിന് കിട്ടാത്ത ഭീകരന്മാർ കൊല്ലപ്പെടണം. പോലീസ് ആക്ട് അനുസരിച്ച് ഗംഗയെ വിട്ടയച്ചത് ഗുരുതരമായ കുറ്റമാണ്. എക്സ്ക്യൂസ് മീ സർ, ഏത് നിമിഷവും ഗംഗയെ ജീവനോടെയോ അല്ലാതെയോ കൊണ്ടുവരാൻ എനിക്ക് കഴിയും. അതിനു മുമ്പ് എനിക്ക് ചിലത് പറയാനുണ്ട്. എത്രയോ കൊള്ളക്കാരെ നാം വെടിവെച്ചു കൊന്നു, എത്രയോ പേരെ പിടിച്ച് ജയിലിലിട്ടു. എന്നിട്ടും കൊള്ളക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടില്ല. അത് ദിവസം തോറും കൂടുന്നതേ ഉള്ളൂ. എത്രയോ പോലീസുകാർ കൊല്ലപ്പെട്ടു, എത്രയോ കുടുംബങ്ങൾ നിരാലംബമായി, എത്രയോ ഗ്രാമങ്ങളാണ് പ്രതികാരവരിയിൽ കൊള്ളക്കാർ ചുട്ടരിച്ചത്. ഇത് പരിഹരിക്കാൻ നമുക്ക് മറ്റു മാർഗങ്ങൾ നോക്കിക്കൂടെ? തോക്കിന്റെയും ലാത്തിയുടെയും ഭാഷ മാത്രമല്ല പോലീസിന്റേതെന്ന് നമുക്ക് തെളിയിച്ചുകൂടെ? What do you mean? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആരും കുറ്റക്കാരാകാൻ മനഃപൂർവ്വം ആഗ്രഹിക്കുന്നില്ല.
സാഹചര്യങ്ങളാണ് അങ്ങനെ ആക്കി തീർക്കുന്നത്. അവർക്ക് നല്ലൊരു ജീവിതം കൊടുത്താൽ സമൂഹത്തിലേക്ക് അവർ തിരിച്ചു വരുമെന്ന് തെളിഞ്ഞിട്ടുള്ളതാണ്. വിനോബാജി തെളിയിച്ചതുമാണ്, നമ്മുടെ സർക്കാർ സമ്മതിച്ചതുമാണ്. ഗംഗയും കൂട്ടരെയും അങ്ങനെ തിരുത്തിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ഗവൺമെന്റിന്റെ അനുവാദം കിട്ടിയാൽ നമുക്ക് ശ്രമിക്കാം. താങ്ക് യു സർ.